ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ചെറിയ വീടിൻ്റെ ഒരു ചെറിയ ബാത്റൂം നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ ചിലവ് കുറച്ചിട്ട് യൂറോപ്യൻ ക്ലോസറ്റ്, അതുപോലെ ചെറിയൊരു വാഷ് ബേസിൻ, അതുപോലെ കുളിക്കുന്ന ഏരിയ, അതെല്ലാം ഷവർ വാൽവാണ് വെച്ചിരിക്കുന്നത്. അതെല്ലാം എങ്ങനെ ചെയ്യാമെന്ന മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഇതിൻ്റെ ഫ്ലോർ ലെവലാണ് അറിയേണ്ടത്. ഫ്ലോർ ലെവൽ അറിയണമെങ്കിൽ നമ്മുടെ ബാത്റൂമിന് തൊട്ട് മുമ്പുള്ള റൂമിൻ്റെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ആ റൂമിൻ്റെ മുകളിൽ പരിക്കിനിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ബെൽറ്റിൻ്റെ ലെവലാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവൽ. ഇതാണ് അതിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് കണ്ടോ. അതിൻ്റെ മുകളിലേക്കാണ് റൂമിലേക്ക് ഹൈറ്റിൽ ടൈൽ വരുന്നത്. ഇതാണ് നമ്മുടെ അതായത് 2 ഇഞ്ച് അപ്പോൾ മുകളിലേക്ക് ബെഡ്റൂം പൊങ്ങി കിടക്കും, ബാക്കി 1 ഇഞ്ച് താഴ്ത്തി നമ്മുടെ ബാത്റൂം കിടക്കും. അപ്പോൾ അതാണ് ലെവൽ വരുന്നത്. ആദ്യമേ തന്നെ ആ ലെവലിൽ നിന്ന് 1 അടി അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ കറക്റ്റ് ലെവൽ വെച്ച് നമ്മുടെ വേണ്ട വാട്ടർ ലൈൻ വേണ്ട ലൈനുകൾ വരച്ചുകൊണ്ട് പോവുക. വരച്ചുകൊണ്ട് പോയിട്ട് ഈ ഏരിയയിൽ നമ്മൾ കുളിക്കുന്ന ഏരിയയിൽ ഫസ്റ്റ് റൈറ്റ് സൈഡ് നമ്മൾ പച്ചവെള്ളത്തിന് കൊടുത്തു. ആ പച്ചവെള്ളത്തിൻ്റെ ലിങ്ക് നമ്മൾ വന്നിരിക്കുന്നത് നേരെ അതിൽ പച്ചവെള്ളത്തിന് കൊടുത്തു. പിന്നെ അതിൽ നിന്ന് നേരെ ടീയിട്ടതിന് ശേഷം ഷവർ വാൽവ് കണ്ടോ. ഷവർ വാൽവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാധാ ഷവർ വാൽവാണ് വെച്ചിരിക്കുന്നത്. ഷവർ വാൽവ് കൊടുത്തതിന് ശേഷം നേരെ മുകളിലേക്ക് ഷവറിൻ്റെ ഓപ്ഷൻ പൊക്കിയിട്ടിരിക്കുന്നു. ഷവർ വാൽവ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. റൈറ്റ് സൈഡ് നമ്മൾ പച്ചവെള്ളം കൊടുത്തു, ലെഫ്റ്റ് സൈഡിൽ ചൂടുവെള്ളം കൊടുത്തു. ഈ ടാപ്പുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് നേരെ പുറത്തേക്ക് തുളച്ചു. പുറത്തേക്ക് നമുക്ക് സോളാർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സോളാർ വാട്ടർ ഹീറ്റർ വയ്ക്കണമെങ്കിൽ പുറത്ത് നമ്മുടെ സൂര്യപ്രകാശത്തിൽ വരുന്ന അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് തുളച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ട്രാപ്പ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മെല്ല് കാര്യങ്ങളൊന്നും ഡയറക്റ്റ് വാഷ് ബേസിനൊക്കെ പുറത്തേക്ക് ഇട്ടുണ്ടെങ്കിൽ കുഴിയിലേക്ക് ഇട്ടാൽ സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രാപ്പിൽ കൊടുത്തിട്ട് വേണം, മൾട്ടി ട്രാപ്പിൽ കൊടുത്തിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാനായിട്ട്. ആദ്യമേ തന്നെ നമ്മൾ വാഷ് ബേസിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ കൊടുത്ത്, അതായത് ആ 1 അടി വരുന്ന ലെവലിൽ പച്ചവെള്ളത്തിൻ്റെ അവിടെ നിന്ന് നേരെ ഹൈറ്റ് നമുക്ക് 34 ഇഞ്ചാണ് വാഷ് ബേസിൻ്റെ ടോപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെഡസ്റ്റലിൽ നിൽക്കാവുന്ന രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്ലോർ ലെവലിൽ നിന്ന് ഏകദേശം 23 ഇഞ്ച് പൊക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൊത്ത കാര്യങ്ങളെല്ലാം നടക്കും. അതെല്ലാം കറക്റ്റായിട്ട് നമ്മുടെ ഹാഫ് പെഡസ്റ്റൽ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്യുക. അതിന് ശേഷം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 10 ഇഞ്ച് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുക, ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഹെൽത്ത് ക്ലോസറ്റും അതുപോലെ തന്നെ ക്ലോസറ്റിലേക്ക് കയറുന്നത് നമുക്ക് വെട്ടി ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് അതിന് മുന്നേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി അറിയാൻ പറ്റും നിങ്ങൾക്ക്. ആദ്യമേ തന്നെ യൂറോപ്പിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു നമ്മൾ. അതിനുശേഷം 10 ഇഞ്ച് റൈറ്റ് സൈഡിലേക്കും 10 ഇഞ്ച് ലെഫ്റ്റ് സൈഡിലേക്കും മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ ഹെൽത്ത് ഹോസ്പിറ്റലിനും അതുപോലെ തന്നെ ടാങ്കിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാപ്പ് ഞാൻ പറഞ്ഞു. ട്രാപ്പ് നമ്മൾ കൊടുത്തിരുന്നത് നമ്മൾ നേരെ വാഷ് ബേസിനിൽ നിന്ന് നേരെ ട്രാപ്പിലേക്ക് മൾട്ടി ട്രാപ്പിലേക്ക് കൊടുത്തു. അതിൽ നിന്നും 1.5 ഇഞ്ചാണ് വാഷ് ബേസിൻ്റെ ഔട്ട് വന്നത്. അതിൽ നിന്ന് ഔട്ട് മൊത്തത്തിൽ ട്രാപ്പിൻ്റെ ഔട്ട് വന്നെ 2 ഇഞ്ച് പൈപ്പാണ്. 2 ഇഞ്ച് പൈപ്പ് നേരെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയി പുറത്തെ കുഴിയിൽ കണക്ട് ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അളവുകളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഇനി യൂറോപ്പിനാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. യൂറോപ്പിൻ്റെ അകലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭിത്തിയിൽ നിന്ന് നമ്മുടെ പൈപ്പിൻ്റെ ഒരു എൻഡ് വരുന്നത് 8 ഇഞ്ച് അല്ലെങ്കിൽ 7.5 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ചിന് മുകളിലേക്ക് പോകാതിരിക്കുകയും 7.5 ഇഞ്ചിന് താഴേക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുക. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.